ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ടീഷർട്ട് പ്രിന്റ് ചെയ്ത ഒരു മെഷീനാണ് ഇപ്പോൾ നന്നാക്കാൻ പോകുന്നത്. പ്രോഗ്രാം ചെയ്തല്ലോ ഇത് സർവീസ് കിട്ടാൻ വേണ്ടി. ആക്കെ ഒരു സാധനം എറർ വരും. അപ്പോൾ അവന്മാർ അവിടെ വന്നിട്ട് സെറ്റ് ചെയ്ത് 350 രൂപ മേടിച്ചോണ്ട് പോകും. 3 പ്രാവശ്യം മേടിച്ച് 4ാമത്തെ പ്രാവശ്യം ടി വി പോയി എടുത്ത് മാറ്റി കിട്ടും. പക്ഷെ ഇത് അറിയാമായിരുന്നെങ്കിൽ അത് കൊണ്ടൊന്ന് ശരിയാക്കായിരുന്നു. നിസ്സാര കാര്യമുള്ളായിരുന്നു. ഇതിപ്പോ എന്നാ കംപ്ലൈന്റ്? ഇത് ഓണാകല്ലേ? അതെ, കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നതാണ്. വർക്ക് കുറവായിരുന്നു മഴ കാരണം. അപ്പോൾ ഇത് ഓണായി വരുമ്പോൾ സാധാരണ നമ്മൾ ടെമ്പറേച്ചർ 180 സെറ്റ് ചെയ്തിട്ടിട്ട് അപ്പം ഇങ്ങനെ ചൂടായി കഴിയുമ്പോൾ ഇത് കത്തി പിന്നെ അങ്ങ് അടിച്ചാൽ മതി. ഇത് ഈ ഒരു ഡിജിറ്റ് 00 പോലെ അങ്ങ് അടിക്കും. മേളത്തെ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ എന്താ എറർ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇതാണ് ഇപ്പൊ കംപ്ലൈന്റ്. അല്ല, ഇതിന് വേറെ സാധനമുണ്ട്. ഇത് കത്താൻ എന്നാ വഴി? ഇത് കത്താൻ എന്നാ കാണിക്കേണ്ടത്? ഇത് കത്താൻ ഈ ഡിജിറ്റ് വരേണ്ടതാ. ഇപ്പൊ ഒന്നും വരികയില്ല. ഓണാകുമ്പോൾ ഡിജിറ്റ് വരുന്നുണ്ട്, പക്ഷെ ചൂടാവുന്നില്ല. ഇതിന്റെ വേറെ സാധനമുണ്ട്. കൂടെ കൊണ്ടോ. പന്തളത്തുനിന്ന് ഒരു സാധനം നമ്മളെ പ്രതീക്ഷിച്ച് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പലപ്പോഴും സമയം പോകുന്നത്. നമുക്ക് ആരെയും അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് നമ്മുടെ വിഷയമുള്ള സാധനമേ അല്ല, ഞാനിന്ന് വരെ നന്നാക്കിയിട്ടുള്ള സാധനവുമല്ല. ഹീറ്റ് പ്രസ്, ഡിജിറ്റൽ കൺട്രോളർ, ഹീറ്റ് പ്രസ്സാണ്. ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കൂട്ടുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വയറ് അതിനുള്ള അഡാപ്റ്ററാണോ? അത് കുത്തുന്ന വയറായിരിക്കും, എക്സ്റ്റൻഷൻ. ഒരു സാധനം അങ്ങോട്ട് വരാനുണ്ട്, കസ്റ്റമർ എടുക്കാൻ പോയപ്പോൾ. അങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് ഇതിവിടെ കൂട്ടേക്കുക. കറണ്ട് പുറയില്ല. അപ്പം എന്നിട്ട് ഇത് ഹീറ്റ് പ്രസ്സാണ്. നമ്മൾ ഈ ഇതൊക്കെ അടിക്കാൻ ടീഷർട്ട് പേരടിക്കുന്ന സാധനം. അപ്പോൾ എന്നറിയാം, ഇതിലൊരു 300 ചേട്ടനും കൂടെയുള്ളതാണോ? നമ്മുടെ ആളല്ലേ? പപ്പായ 250 വരെ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് 200 മതി. അപ്പോൾ ഈ ചൂടായി കഴിയുമ്പോൾ 200 ഇത് കാണും. പിന്നെ ടൈമറും ഉണ്ട്. അപ്പോൾ 200 ചൂടായ സാധനം 10 മിനിറ്റ് ടൈമിങ് 10 സെക്കൻഡ് അടിക്കുമ്പോഴത്തേക്ക് ഇത് പ്രസ്സാവും, അലയ്ക്കും. ഇപ്പോൾ ടൈമർ വർക്കിക്കാം. പക്ഷേ ഹീറ്റ് ആവുന്ന ഭാഗം 180 കാണിക്കേണ്ടടുത്ത് ഇതിൽ 200 കാണിക്കേണ്ടടുത്ത് 000 കാണുക. ഇപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യുമ്പോൾ അറിയാം. ഈ വയറും കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ല, ഇത് പവർ. ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഒരു പക്ഷെ ഹീറ്റ് ആകുന്നില്ലെങ്കിൽ ഹീറ്റ് ഇതിനകത്തല്ലേ ഹീറ്റർ ഇരിക്കുന്നത്. ഇതിന്റെ ആയിരിക്കും കംപ്ലൈന്റ്. ഇത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഇത് വർക്കിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹീറ്റർ പോയിട്ടില്ല. ഇല്ല, ഹീറ്റർ എടാ വണ്ടിയുടെ പുറകെ വേറെ ഈ സാധനം നമുക്ക് അവൈലബിൾ ആണോ ഓൺലൈനിൽ? ഇതിന് ഡൽഹി 2000 രൂപ. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സാധനം ആകുമ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടുമോ അറിയാൻ വേണ്ടിയാണ്. നോക്കാം, നമുക്ക് അയച്ചു നോക്കാം ഇതിൻ്റെ അകത്തെ അവസ്ഥ എന്നാണ്. അത് കുഴപ്പമില്ല. തക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, ഓണായിക്കോ. ഇത് ഈ തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ 10-15 ടീഷർട്ട് ബംഗാളികളെ കൊണ്ട് ഇറക്കിയേക്കൊണ്ട് ഒരു റൂട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 10-100 ടീഷർട്ട് ഒരു ദിവസം എടുത്തോണ്ട് വന്ന് രാത്രി ഇട്ട് പണി. എല്ലാവർക്കും ഒരേ കളർ. മഴയുടെ സമയമായപ്പോൾ നമ്മൾ 2-3 മാസം പണിയില്ലായിരുന്നു. അതെ, നമ്മൾ ഊരിപ്പോൾ എന്തെങ്കിലും വെയിറ്റ് കത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഇത് അതിൻ്റെ വേറെ ഹീറ്റർ. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് കുത്തിയാലും വർക്കാകണ്ട. ഈ ബേസ് അയച്ചിട്ട് കുഞ്ഞു സാധനങ്ങൾ ചെയ്യാം. ഇത് 110 വന്നിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യണം. ഇങ്ങനെ ഇതിപ്പോൾ ടൈമർ വർക്കിംഗ് ആണ്. കണ്ടോ, ഇതിനകത്ത് നമ്മൾ 150 ഇട്ടില്ലയോ, എൻ്റർ അടിക്കുമ്പോൾ അത് ചൂടാവുമ്പോഴനുസരിച്ച് 180 വന്ന് നിൽക്കണം. ഒരു 120 തൊട്ട് വീണ്ടും ചൂടാകുന്നുണ്ടോ? ഇല്ല. ടൈമർ വർക്കിംഗ് ആണ് ഇതിനകത്ത്.
അപ്പം ശരിക്കും ഈ സാധനം ചൂടാകാൻ ആകെ ഇതിനുള്ള കണക്ഷൻ ഇതെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് ആ റിലേ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ടൈമറും വരുന്നില്ല, അങ്ങ് ഓഫായി പോവാം. അല്ല, ഈ സാധനം ചൂടാകാൻ വേറെ സപ്ലൈ ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇതിനകത്തുനിന്നാണ് പോകുന്നത്. ഓഹോ, അതിനകത്തുനിന്ന് കിടക്കുന്നത് ആ ഹീറ്ററിൻ്റെ വയറാണ് ഇത്. ഇതിപ്പോൾ ടൈമർ വർക്ക് ചെയ്തു. ടൈമർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ചൂടാവുന്ന കറണ്ട് അത് പ്രവർത്തിക്കണമെങ്കിൽ എത്ര വോൾട്ടോ എത്ര ആമ്പിയർ വേണം? പക്ഷെ ഇതപ്പോൾ വലിയ സംഭവമല്ല ഇത്, അല്ലേ? വലിയ ഹീറ്റ് വരാൻ ഉള്ള ഇതുവഴി അത്ര അങ്ങോട്ട് പോകാനുള്ള ഒരു സംഭവം ഇല്ലല്ലോ. 350 അത്ര കൊണ്ടുള്ളൂ. നാല് ലൈനുണ്ട്. 2 കോയിൽ അത് പാരലായിട്ട് കൊടുത്തേക്കുന്നു. ഒറ്റ കൊയില. 2 കോയിൽ. 2 കോയിൽ പാരലായിട്ട് കൊടുത്ത്. ഓക്കെ. ഒത്തിരി നാളായോ വാങ്ങിച്ചിട്ട്? 3 വർഷമായി. അല്ല, എന്നാ ഇത് ഉപയോഗിക്കാതെ 3 മാസം വരുന്നു. ഓൺലൈനിലാണോ? അല്ലല്ല, എറണാകുളത്ത് വാങ്ങിച്ചത്. അല്ല, അവരിത് തന്ന സപ്ലൈ കമ്പനിക്കാർ ചെയ്യല്ലേ? ഇത് ചൈനയുടെ ഒക്കെയാണ്. ഇപ്പം ഇന്ത്യൻ മിഷൻ ഉണ്ട്. ഇന്ത്യൻ മിഷന് വില കൂടുതലാണ്. അതെയോ? ഇന്ത്യൻ മിഷൻ എന്ന് പറഞ്ഞാൽ നല്ല ബേസും കോയിലും ഒക്കെ ഇട്ട് ഇത് തുറക്കാൻ ചുമ്മാ പൊക്കിയാണ്. നല്ലതായിട്ട് ഗമ്മാണ്. നല്ലപോലെ പശ വരും. ഇതാകാൻ പാടാ. അല്ല, ഇത് ഇച്ചിരി നേരം ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നോ? ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ബോർഡ് സ്കൂട്ടറായിട്ടൊന്ന് പിടിച്ചാൽ മതി. ഇച്ചിരി ബലമായിട്ട് പിടിക്കണം. വേണം അല്ലേ? ഒരു ഫ്ലാറ്റ് സ്കൂട്ടർ. ഇതാണോ ഇത്? അത് സെമ്പറാച്ചറിന്റെ ആയിരിക്കും ഇത്. അല്ല, ഈ ട്രാൻസ്ഫോമറിന്റെ ലീഡ് കൊടുക്കത്തില്ലേ, ആ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മിഡിലായത് 110. 210 അതെടുത്ത. ഇത് നേരെ ഇതെന്ന് ലെൻസ് ചെയ്ത് വഴിയല്ലേ? അതെ. ഓൾറെഡി 35 വർഷമായ സ്ഥാപനം ആയതുകൊണ്ട് നമ്മുടെ ഈ ഏരിയ കോട്ടയം ജില്ല ഇടുക്കി ജില്ലയിൽ ഒത്തിരി സർവീസ് ഉണ്ട്. മീറ്ററിങ് എടുത്ത് അതിന് പുറമെ അവരോട് നമുക്ക് നോന്ന് പറയാം. റിലേ പോയിട്ടില്ല. 157 ഓംസ് റിലേ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രോഗ്രാം ഐസി ഉണ്ട്. അവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പം എല്ലാ സാധനവും ഇങ്ങനെയാണല്ലോ. ചൈന ഉണ്ടാക്കി വിടുന്നു, കേടായാൽ നന്നാക്കരുത്, അടുത്ത അവരുടെ മേടിച്ചോണം, അവർ പറയുന്ന പൈസ. ഇതിങ്ങനെ മൊത്തത്തിൽ പെട്ടിയുണ്ടല്ലേ? മൊത്തത്തിൽ പെട്ടിയായിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ പെട്ടിയായിട്ട് 2000 രൂപ. ഓരോ ക്വാളിറ്റി അനുസരിച്ച്. ആമസോണിൽ കിടപ്പുണ്ട്. ആമസോണിൽ 4000 രൂപയാണ്. അത് ക്വാളിറ്റി ഒന്നും ആയിരിക്കില്ല. പല സാധനം ആമസോണിൽ ചിലത് വില കൂടുതലാണ്. ആമസോണിൽ ഈ സാധനം ഉണ്ട്. ഫ്ലിപ്കാർട്ടിലും കാണും ചിലപ്പോൾ. ഇന്ത്യ മാർട്ടിൽ കിടപ്പുണ്ട് 1750. നീ നമ്മുടെ ഒരു ഇതൊന്നും ശരി.
നിർത്തിക്കുക, അവിടെ അങ്ങനെ നിർത്തിക്കുക. വെള്ളം ഓക്കെയാ, സപ്ലൈ വരാഞ്ഞിട്ടാ. പോയി വിട്ടു. റിലേ അടിക്കുന്ന സ്വരം കേൾക്കുന്നില്ലല്ലോ അല്ലേ? നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ റിലേ? അടിക്കും. ഇപ്പം അടിക്കുന്നുണ്ടോ? ഇപ്പൊ അടിച്ചായിരുന്നല്ലോ. ഇപ്പം റിലേ അടിച്ചു. മറ്റേത് ഓൺ ആക്കുന്നുണ്ട്, റിലേ അടിക്കുമായിരുന്നു. ഇപ്പം കേടായി, പിന്നെ കേടായി കഴിഞ്ഞും അടിക്കുന്നുണ്ടോ? റിലേ ഓണായി പിന്നെ മറ്റേ ആ ടൈമിന് വർക്കാകത്തില്ല. വിളിച്ചു ഇതിങ്ങനെ പിടിക്കുക. ഇത് ലൈനേല് റിലേ നമ്മൾ അടിക്കുമ്പോൾ ഓൺ ആവുന്നുണ്ടോയെന്ന് അറിയണം. സപ്ലൈ വരുന്നുണ്ട്. അതേലും ഇതേലും വർക്കിങ്. കണ്ടൻറ്റും വരുന്നുണ്ട്. ഞാൻ ഫ്ലെക്സിൻ്റെ ഇട്ടൂടെ ഞാൻ ഈ ഒരു ലൈൻ ഡമ്മി ആയിരുന്നു അല്ലേ?
ഈ ജിൻസി അതില്ലാതെ ഒരു വയറ്, നമുക്ക് ഈ വയറ് കിടപ്പില്ല, ഒരെണ്ണം എടുക്കാം നോർമൽ. ഇങ്ങോട്ട് അടിച്ചു നോക്കിയാൽ മതി. ഇത് ഈ അങ്ങനെ 180 കഴിഞ്ഞിട്ട് ഈ എൻ്റർ അടിക്കും. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഇതിന് ചൂടാകാൻ തുടങ്ങും. പിന്നെ കൗണ്ട് വരേണ്ടത് അങ്ങനെ ഏറ്റവും ഇല്ല ഇതാ. അത് മറ്റേ ഇനി P2 ടൈമർ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 82 250 വരെ ആക്കാം. എന്നിട്ട് എൻ്റർ അടിച്ചാൽ അപ്പോൾ ഇനി എന്നിട്ട് ഒരു 125 വന്ന് നിൽക്കും. എന്നിട്ട് 150 വരെ ആവാനുള്ള ടൈം കൊടുത്തു കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസർ അടിച്ച് നിൽക്കും. പിന്നെ ടൈമിംഗ് കൊടുത്തിട്ട് പ്രസ് ചെയ്താൽ മതി. അല്ല ഇങ്ങനെ നിൽക്കുള്ളൂ റെഡായിട്ട്. അപ്പോൾ ഈ പ്രോഗ്രാമൈസ് തന്നെ ആയിരിക്കും കുഴപ്പം. പ്രോഗ്രാമൈസ് അത് തീരുമാനിക്കണ്ട. അതെ അതെ ആ അത് തന്നെ. വേറെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങുമോ ഒന്നുമില്ല? ഇല്ല, ഫുൾ ഡിജിറ്റ് വരും. ആ ഇതിപ്പം 180 വെച്ചേക്കുന്നത്. ആ ഒരു 70-80 വന്നിട്ട് നിൽക്കുന്നത്. എന്നിട്ട് 150 പതുക്കെ താഴാൻ തുടങ്ങും. അല്ല 150 വരെ ആവും ചൂടെ. ആ മീറ്ററിന്റെ ഇത് താഴെ പോർഷൻ പോയില്ലേ, കത്തുന്നില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ വരത്തില്ല, വരത്തില്ല. ഇങ്ങനെ വരത്തില്ല. 180 ഡിഗ്രി കൊടുത്താൽ 150 ഡിഗ്രി വന്നു. ആന്നു അല്ല, പ്രോഗ്രാം അത് ഓൺ ആക്കി കഴിയുമ്പോൾ 0 വരത്തില്ല. ഇല്ല, വരത്തില്ല. ആ പ്രോഗ്രാം 0 ഇതുവരെ വന്നിട്ടേ ഇല്ല. ഇത് ടൈമറാ അല്ലേ? 0 വന്നിട്ടേ ഇല്ല. ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമ്മളിത് പ്രസ് ചെയ്യുന്നത് അല്ലേ? അല്ല, പ്രസ് ചെയ്തിട്ട് ടീഷർട്ട് അകത്ത് വെച്ചിട്ടേ ആ പ്രസ് ചെയ്ത് 180 ഓണായി കിടക്കൂലേ. ഒന്ന് ചെയ്ത് ആ, അങ്ങനെ 180 ഡിഗ്രി ആ. ഇത് എൻ്റർ. എന്നിട്ട് പ്രസ് ചെയ്ത് വെക്കും. എന്നിട്ട് ബസർ അടിക്കുമ്പോൾ എടുക്കും. നമ്മൾ കൊടുക്കുന്ന ടൈം കഴിയുമ്പോൾ ബസറടിക്കും. മനസ്സിലായി. അത് ഇതിനകത്തെ പ്രോഗ്രാം പോയി കാണും. പ്രോഗ്രാം പോയത് ആ പ്രോഗ്രാമൈസ് ചെയ്ത് ബോർഡായിട്ടും കിട്ടത്തില്ലല്ലേ. ഇല്ല, 2000 രൂപയല്ലേ ഉള്ളൂ. അല്ല, ബോർഡായിട്ടെങ്കിലും കിട്ടുമ്പോൾ പാടായിരിക്കും. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറും ഒരു കവറും മാത്രമല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. ആ ബോർഡ് തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയാലോ. ട്വൽവ് വോൾട്ട് 7 വോൾട്ട് വരുന്നുണ്ട്. ട്വൽവ് 5 ഓക്കെ. ടീഷർട്ടേടെ മെയിൻ ടീഷർട്ടുകൾ രണ്ടും ഉണ്ട്. DTF ഉണ്ട്. അത് ഈ ഫോട്ടോ അടിക്കുന്നു. ഫോട്ടോ ചെയ്താൽ പറ്റിയല്ല. ഫോട്ടോ അടിക്കാൻ പറ്റും. DTF എടുത്ത് അങ്ങനെ അവർ നമുക്ക് അന്ന് അടിച്ചു തന്നെ. നമ്മൾ ഫോട്ടോ മൊബൈലിൽ നിന്ന് ഇട്ട് കൊടുത്തപ്പോഴും അന്നേരം തന്നെ അടിച്ചു തന്നു പിള്ളേരുടെയൊക്കെ. കളർ ടീഷർട്ടായിരുന്നു. കളർ ഫോട്ടോ വെള്ള വെള്ളയിലും മറ്റേത്തേലും അടിച്ചു, കളറേലും അടിച്ചു. ടൈലൻഡിൽ നിന്ന് കേട്ടോ, ഇന്ത്യയുടെ നോക്കാം.
$170. ചൈനയിലോ? $170 കൊടുത്തിട്ടുണ്ട്. ബോർഡിനോ? US ഡോളറാ? ആ, ഭയങ്കര വിലയായില്ലേ? 47 രൂപ 50 രൂപ സാധനം മേടിച്ചിട്ട് സോണിയുടെ സർവീസ് സെൻ്ററിൽ നിന്നാണോ? സോണിയുടെ സർവീസ് സെന്ററിൽ കൊടുത്തു. ആ അപ്പോൾ അവർ പറയാ ഇതിന് 12,000 രൂപ വേണം. പാനലിന് പാനലല്ല, 12,000 രൂപ ശരിയാക്കാം നോക്കത്ത് പോലും ഇല്ല. 12,000 രൂപ. അപ്പം നമ്മളത് വീട്ടിൽ കൊണ്ടുവച്ചു. അത് നന്നായിരിക്കാൻ പറയുന്ന റേറ്റ് പോലെ ആയിപ്പോയി. ഇതിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അവരുടെ സർവീസ് ഇപ്പം എവിടുത്തെ ഇപ്പം ഞാൻ കുറ്റമായിട്ട് പറയല്ല, ഏത് കമ്പനിയുടെ സർവീസ് സെൻ്റർ ആണെങ്കിലും അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ടോപ്പ് ലെവലിലുള്ള ഒരു മോണിറ്ററിങ് വരും. അപ്പോൾ കുറച്ചും കൂടെ കംപ്ലൈൻറ്റ് ടി വിക്ക് എന്നാ കംപ്ലൈൻറ്റ്? ഒന്നും ചെയ്യില്ല, എടുത്ത് മൂലിക്കോട്ട് ഇട്ടു. അല്ല എന്നാ കംപ്ലൈൻറ്റ് എന്നാ കാണിക്കുന്നത്? കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ വീണു. ഒരു ലൈൻ വീണ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിക്ചർ ഇല്ലാതെ ബ്ലാക്ക് ആയി, സൗണ്ട് മാത്രം. അപ്പോൾ 12,000 ആയിട്ട് 32 ഇഞ്ചാണോ? 32 ഇഞ്ച്. 7,000 രൂപ ആവും. 7,000 രൂപ ആവും പാനൽ. സ്ഥിരം വരുന്ന ഒരു ലൈൻ വീഴുമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ലൈൻ വീണപ്പോൾ ഒരുത്തം വന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തിട്ട് അങ്ങ് മാറ്റി കളയായിരുന്നു. ഒരു 3 പ്രാവശ്യം അങ്ങനെ. അതോ ഉള്ളായിരുന്നോ? എന്നിട്ട് ഇങ്ങനെ എഴുതിയൊക്കെ വരുമോ? എഴുതി വരും. അത് കഴിഞ്ഞു. അതൊരു 3 മാസമായിട്ട് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്ലാങ്ക് അങ്ങ് പോയി, ഫുള്ള് ബ്ലാങ്ക്. ഓരോന്നോരോ കംപ്ലൈൻറ്റ് എഴുതി വരുന്ന വേറൊരു പ്രശ്നം. എഴുതി വരുന്ന ദിവസം എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോൾ എഴുതും, ഓഫ് ആവും, വോളിയം കൂടും, വോളിയം കുറയും. നമ്മൾ ഇട്ട ടെമ്പറേച്ചർ ഇവിടെ കാണിച്ചിട്ട് പതുക്കെ കുറയാൻ തുടങ്ങും അല്ലേ? അല്ല, ഒരു 120, 80 ഒക്കെ നിന്നിട്ട് കൂടാൻ തുടങ്ങും. 180 കാണിക്കും. അപ്പൊ നമ്മൾ കുറെ ഹീറ്റ് പ്ലസ് അടിച്ച് കഴിയുമ്പോണ്ടല്ലോ, പിന്നെ അതൊരു 170 ഒക്കെ വന്ന് വീണ്ടും ഒന്ന് ചൂടാവാൻ നിൽക്കും. നമ്മൾ അടുപ്പിച്ചടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ടൈമിങ്ങിന് വ്യത്യാസം. ഇപ്പൊ ഇത് ചൂടാകത്തില്ല, ഔട്ട്പുട്ട് വരത്തുമില്ല. ഇപ്പൊ ഡിജിറ്റൽ വേണ്ട, പകുതി കഴിഞ്ഞിട്ടില്ല. 000 ആയിരിക്കും, എറർ ആയിരിക്കും കാണിച്ചിരുന്നത്. $9, $10 വരുന്നുള്ളൂ. അവിടെ 200 രൂപ വരണ്ടല്ലേ? ഹീറ്ററിനുള്ള വോൾട്ടേജ് പോകണ്ടായിരുന്നു. 7 വോൾട്ടേ ഉള്ളൂ. ഇല്ല, റിലേ അടിച്ചിട്ടില്ല. റിലേ പൊട്ടിത്തെറിക്കാനാ? അപ്പോൾ ഇത് ഒഴിവാക്കാം. ഇത് പുതിയത് മേടിച്ചോ. അത് ഓരോ പ്രാവശ്യം ബനിയൻ അടിക്കുമ്പോഴും 10 രൂപ കൂട്ടി മേടിച്ചാൽ മതി. അതന്നായിരുന്നു. ഇതെവിടെ പോയി മുതലാക്കും? ഓരോ സാധനം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലേ. ഈ ചെയ്യുന്ന വർക്കിന് നമ്മൾ ഓർക്കും ഇത് ലാഭമാണല്ലോ എന്ന് ഓർക്കും. ഇച്ചിരി കഴിയുമ്പോൾ ഈ ചെയ്ത മുതലും കൂടെ പോവല്ലേ. അല്ല, അത് ഒറ്റയടിക്ക് പോകും. നമുക്ക് ആ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സാധനം വേറെ അല്ലാതെ വേറെ കറണ്ട് ഇച്ചിരി കൂടിയാലും കറണ്ട് അങ്ങനെ എടുക്കാൻ പറ്റുമോ? എങ്ങനെ? ഇത് അതില്ലാതെ ഇങ്ങോട്ട് വേറെ രീതിയിൽ അത് ഇച്ചിരി റിസ്ക് അല്ലേ? നമ്മുടെ ബനിയൻ കരിഞ്ഞ് നാലെണ്ണം പോയാൽ പോയില്ലേ. അത് പോയാൽ 2000 രൂപ ഉണ്ട്. അത് വേണ്ട. അത് കുഴപ്പമില്ല, മുറുകിത്തില്ല. ആ ബോർഡിന്റെ ഒരു ഫോട്ടോ എടുക്കാം. നിങ്ങൾ സെർച്ച് നോക്കി. സെർച്ച് ചെയ്ത് നോക്കി. ഇല്ലല്ലേ ചേച്ചി, ഇതെന്ന് പറഞ്ഞാൽ ഒരേ സംഭവമല്ല. നമ്മുടെ ഫീൽഡേ അല്ല ഇത്.
ഇത് വേറൊരു സംഭവമാണ്. അതെ, കുറെ പച്ചബോർഡ് കാണിച്ചപ്പോൾ വേറെ എന്തൊക്കെയോ സാധനങ്ങളായി, അങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. അല്ല ഇതൊരു കോമൺ സാധനമായിരിക്കണം. ഏതെങ്കിലും ഇപ്പൊ അങ്ങനെ അഡ്രസ്സ് വേണം. ഇപ്പോൾ സോണി ഇന്ന മോഡൽ നമ്പർ എന്നൊക്കെ പറയാൻ വേണം. ഞാൻ വിളിക്കാണോ? ഇതിനൊരു പേരും മോഡൽ നമ്പറും ഇല്ല, അത് വെച്ച് ഇല്ല, പേരും ഇല്ല, അഡ്രസ്സും ഇല്ല. പെട്ടിക്കകത്ത് കൂട്ടി അനന്തപ്രേതവ ഇതിൻ്റെ ഒരു സാധനം അല്ല കുഴപ്പമില്ല, ഇങ്ങിട്ടാ അതെ. അല്ല ഒരു സാധനം ഇവിടെ ഞെക്കുന്ന ഒരു ഇത് തിരിഞ്ഞു പോയി മുറുക്കിയതാ. അതെ കുഴപ്പമില്ല, ഞാൻ ഓക്കെ, മുറുക്കിയത് തിരിഞ്ഞു പോയതാ. ഇത് സ്വയം തൊഴിലുകാർക്ക് പറ്റിയ ഒരു സാധനമല്ലേ. പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ ഒത്തിരി എണ്ണം ആയി കഴിയുമ്പോൾ ആർക്കും ഒന്നും കിട്ടാതെ വരും. ഇത് 150 കാണിച്ചേക്കല്ലേ, അപ്പം ഇത് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ടൈമർ ഓണാവും. ഓക്കെ, അപ്പം അത് അത്ര അടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ബുക്കിംഗ് എടുത്താൽ അത് വേണം. അല്ലെങ്കിൽ ആ ടൈമറും കറക്റ്റ് ടെമ്പറേച്ചറും കറക്റ്റ് അല്ലെങ്കിൽ ബനിയും കത്തിപ്പോവും. അതതിൻ്റെ റിസ്ക്. കോട്ടൺ ഒരു ടൈമിംഗ് ആണ്, പോളിസ്റ്റർ ഒരു ടൈമിംഗ്. അതെ 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 അതെ, അവിടെയാണ് അവരുടെ വിജയം ഇരിക്കുന്നത്. പന്തളത്താ വീടല്ലേ? അല്ല, നമ്മുടെ കുളങ്ങര. അതെവിടെ? പന്തളം അടുത്താ. ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലല്ലോ. കണ്ടതിൽ സന്തോഷം. എന്തായാലും ഓ അതിനൊന്നും വേണ്ട. ഇത് കൂട്ടോ, ഇത് കൂട്ടെല്ലാം നന്നാക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്തേലും ഇരിപ്പണെന്ന് ഇത് കൊണ്ടിരിക്കുന്നു.